ഒരൊറ്റ പേപ്പർ മതി ഈ ഗിഫ്റ്റ് ബോക്സ് റെഡിയാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പേപ്പർ എടുക്കുന്നുണ്ട്. ഇതൊരു പേപ്പർ ബാഗിൻ്റെ ഒരു കവറാണ് കേട്ടോ. എന്നിട്ട് നമ്മളത് ഇതുപോലെ 4 സൈഡും വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ അതൊന്ന് മടക്കി ആ വരച്ച വരയില്ലേ അത് അവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ മടക്കി കൊടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല അല്ലേ? എന്നിട്ട് തിരിച്ചും അതുപോലെ മടക്കുക. അങ്ങനെ മടക്കുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് അതേ വരച്ച അതേ അളവ് തന്നെ നമുക്ക് നടുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ വരച്ച ആ കോർണറിൽ. പക്ഷെ ഒരു കാര്യം മറന്നുപോയി, മടക്കിയില്ല. കുഴപ്പമില്ല, ഇപ്പം മടക്കിയാലും സാരമൊന്നുമില്ല, അത് മടക്ക് വരണമെന്നേ ഉള്ളൂ. ഞാൻ എന്തായാലും എല്ലാ ഭാഗവും മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണ്ടേ അതിൻ്റെ ആ 4 വശവും നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ബോക്സ് ആക്കി എടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ആ കട്ട് ചെയ്ത ഭാഗങ്ങൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ കണ്ടോ ബോക്സായി വരുന്നത് കണ്ടോ? എന്നിട്ട് നമ്മളതേ ഇപ്പുറത്തും മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ബോക്സിൻ്റെ അടപ്പ് ഭാഗവും ഇതുപോലെ മടക്കി കഴിഞ്ഞാൽ ബോക്സ് റെഡി. ഇനി ഒന്നുമില്ല. പിന്നെ നമ്മളിത് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ബോക്സ് റെഡിയാക്കിയത്. അപ്പം നമ്മൾ ചുമ്മാ ഗിഫ്റ്റൊന്നും കൊടുക്കുന്നില്ല. എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് ഞാനിങ്ങനെ ഒന്ന് ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ബോ ഇല്ലാതെ എന്ത് ഗിഫ്റ്റ് ബോക്സ് അതും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.